ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് പെട്രോൾ എഞ്ചിനുകളിൽ ഒഴിച്ചുകൂടാനാവാത്ത സ്പാർക്ക് പ്ലഗിനെ കുറിച്ച് നോക്കാം. ഈ വീഡിയോയിൽ സ്പാർക്ക് പ്ലഗ് എന്താണ്, ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, ഇത് ഫെയിലിയർ ആയാൽ വെഹിക്കിളിൽ കാണിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്, ഇത് ഫെയിലിയർ ആവാനുള്ള കാരണങ്ങൾ, പിന്നെ ഇത് ഏതൊക്കെ ടൈപ്സിലാണുള്ളത്, എഞ്ചിനിൽ എങ്ങനെയാണ് സ്പാർക്ക് പ്ലഗ് അസംബിൾ ആവുന്നത് എന്നുള്ള കാര്യങ്ങൾ സിമ്പിളായിട്ട് നോക്കാം. ഈ ഇമേജിൽ കാണുന്ന ടോപ്പിലുള്ള ടെർമിനൽ ഇതാണ് എൻജിനിലെ ഇഗ്നിഷൻ കോയിലായിട്ട് കണക്ട് ചെയ്യിക്കുന്നത്. പിന്നെ കാണുന്ന ഇൻസുലേറ്റർ, ഇത് സെറാമിക് മെറ്റീരിയലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഇലക്ട്രിക്കൽ ലീക്കേജ് പ്രിവെൻറ്റ് ചെയ്യാനും പിന്നെ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടും ഇത് പ്രവർത്തിക്കും കേട്ടോ. പിന്നെ കാണുന്ന ഈ റിപ്സ്, ഇൻസുലേറ്ററിൻ്റെ പുറത്തുള്ള ഈ റിപ്സ് ഫ്ലാഷ് ഓവർ, അതായത് സർഫസിൽ സ്പാർക്ക് ലീക്കേജ് ബ്ലോക്ക് ചെയ്യാം, അതാണ് ഇതിൻ്റെ ഫങ്ഷൻ. പിന്നെ ഈ കാണുന്ന സെൻട്രൽ ഇലക്ട്രോഡ്, ഇത് ഒരു ഹൈ വോൾട്ടേജ് ക്യാരി ചെയ്യും. ഇറീഡിയം അല്ലെങ്കിൽ പ്ലാറ്റിനം പോലുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെയുള്ള ഈ ഗ്രൗണ്ട് ഇലക്ട്രോഡ് സെൻട്രൽ ഇലക്ട്രോഡിന് അടുത്തായിട്ട് സ്പാർക്ക് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. ഈ സെൻറ്റർ ആൻഡ് ഗ്രൗണ്ട് ഇലക്ട്രോഡുകൾക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ്, ഇവിടെയാണ് സ്പാർക്ക് ഉണ്ടാകുന്നത്. പിന്നെ ഈ കാണുന്ന ഗ്യാസ്കറ്റ് സീലിംഗ്, ഇത് കമ്പഷൻ ചാമ്പറിൽ നിന്നുള്ള ഗ്യാസിൻ്റെ ലീക്കേജ് ബ്ലോക്ക് ആക്കും. പിന്നെ കാണുന്ന ഈ ഹെക്സഗണൽ ഹെഡ് എന്ന് പറയുന്നത് എൻജിനിൽ മൗണ്ട് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്, ഈ ഒരു പോർഷൻ. നമുക്കിത് എങ്ങനെയൊക്കെയാണ് ഫെയിലിയർ ആവുന്നതെന്ന് നോക്കാം. ഫ്യൂവൽ മിക്സ്ചർ അധികമാവുകയോ കമ്പഷൻ പ്രോപ്പർ അല്ലാണ്ടാവുകയോ ചെയ്യുമ്പോൾ കാർബൺ ഫോളിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ എൻജിൻ ഓയിൽ ലീക്കായിട്ട് കമ്പഷൻ ചാമ്പറിൻ്റെ അകത്ത് പോയി സ്പാർക്ക് പ്ലഗിനെ കോട്ട് ചെയ്താലും ഇത് മാൾ ഫങ്ഷൻ ആവും. ഓവർ ഹീറ്റിംഗ് ഇതിൻ്റെ ഇലക്ട്രോഡിനെ മെൽറ്റ് അല്ലെങ്കിൽ പ്രീ ഇഗ്നിഷൻ ആക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് ഇലക്ട്രോഡിൻ്റെ ലൈഫ് എക്സ്പയർ ആയാൽ ഇതിൻ്റെ എഫിഷ്യൻസി കുറയും. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് പ്രോപ്പർ അല്ലാതാവുമ്പോഴോ എൻജിൻ അനുസരിച്ചുള്ള കറക്റ്റ് സൈസ് ചൂസ് ചെയ്തില്ലെങ്കിലും പ്രോബ്ലമാണ്. സ്പാർക്ക് ഗ്യാപ്പ് കറക്റ്റ് ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ ഇഗ്നിഷൻ ടൈമിനെയും കമ്പഷനെയും അത് ബാധിക്കും. പിന്നെ ഇതിനകത്ത് ഡേർട്ട് അല്ലെങ്കിൽ കണ്ടാമിനേഷൻ പോലെയുള്ള കാര്യങ്ങളുണ്ടായാൽ അത് സ്പാർക്ക് പ്ലഗിൻ്റെ പെർഫോമൻസിനെ ഡിഗ്രേഡ് ആക്കും. ഇതൊക്കെയാണ് കോമൺ ആയി കണ്ടുവരുന്ന സ്പാർക്ക് പ്ലഗിൻ്റെ ഫെയിലിയർ മോഡ്സ്. ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോഡ് മെറ്റീരിയലിൻ്റെ ബേസിസിൽ ഇതൊരു 4 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ കോപ്പർ സ്പാർക്ക് പ്ലഗ്, ഇത് ഓൾഡ് വെഹിക്കിൾസിലും അതുപോലെ തന്നെ ലോ പെർഫോമൻസ് എൻജിൻസിലാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് വന്നതാണ് പ്ലാറ്റിനം സ്പാർക്ക് പ്ലഗ്, അത് മോഡേൺ എൻജിൻസ് വിത്ത് ഇലക്ട്രോണിക് ഇഗ്നിഷൻ ഉള്ള വെഹിക്കിളിലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് ഡബിൾ പ്ലാറ്റിനം സ്പാർക്ക് പ്ലഗ്. ഡബിൾ പ്ലാറ്റിനം ഇതൊരു ഡിസ്ട്രിബ്യൂട്ടർ ലെസ് ഇഗ്നിഷൻ സിസ്റ്റത്തിൽ വരുന്നതാണ്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഇറിഡിയം സ്പാർക്ക് പ്ലഗ്. ഇത് ഹൈ പെർഫോമൻസ് ആൻഡ് മോഡേൺ എൻജിൻസിലാണ് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ ഇതിൻ്റെ ഡിസൈൻ ബേസ് ചെയ്തിട്ട് ഇത് സ്റ്റാൻഡേർഡ് മൾട്ടി ഗ്രൗണ്ട് ഇലക്ട്രോഡ്, പ്രൊജക്റ്റഡ് ടിപ്പ്, സർഫസ് ഡിസ്ചാർജ്, റെസിസ്റ്റർ സ്പാർക്ക് പ്ലഗ് എന്നിങ്ങനെ ഒരു 5 ടൈപ്സ് ആയിട്ട് കൂടി ഇത് കാണാൻ കഴിയും. വെഹിക്കിൾ ജെർക്കാവുക, അതുപോലെ തന്നെ ആക്സലറേഷൻ കൊടുക്കുമ്പോൾ അൺഈവൺ ആയിട്ട് പോവുക, പവർ ലോസ് ഒരു വലിയ രീതിയിൽ നോട്ടീസ് ആവുക, അതുപോലെ എൻജിൻ സ്റ്റാർട്ട് ആവാനായിട്ട് ഭയങ്കര സ്ട്രഗിൾ ആവുന്ന പോലെ തോന്നുക, പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫ്യൂവൽ അധികം കൺസ്യൂം ചെയ്യുന്ന പോലെ, നോർമലായിട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫ്യൂവൽ കൺസംഷൻ നടക്കുന്ന പോലെ, അതുപോലെ വണ്ടി നിർത്തിയിട്ടാലും എൻജിനിൽ നിന്ന് വൈബ്രേഷൻ അല്ലെങ്കിൽ എൻജിനിൽ നിന്ന് സൗണ്ട് വരുന്ന പോലെ തോന്നുകയാണ്. അതല്ലെങ്കിൽ ആക്സിലറേറ്റർ കൊടുക്കുന്ന നേരം ഒരു മാറ്റവും ഇല്ല. പിന്നെ എൻജിൻ സൈഡിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ട് കളറ് ലൈറ്റും ഉണ്ട്. അങ്ങനെയൊക്കെ ആകുന്നുണ്ടെങ്കിൽ സ്പാർക്ക് പ്ലഗിൻ്റെ ഫെയിലിയേഴ്സിൻ്റെ ഓരോ സിംറ്റംസ് ആണത്. സോ അപ്പോൾ നമ്മളത് നോക്കണം. ഓരോ സിലിണ്ടറിനും ഓരോ സ്പാർക്ക് പ്ലഗ് വീതം ഉണ്ടാവും. ഇപ്പോൾ 4 സിലിണ്ടർ എഞ്ചിനാണെങ്കിൽ അതിൽ 4 സ്പാർക്ക് പ്ലഗ് ഉണ്ടാവും. ഒരു ഇറീഡിയം സ്പാർക്ക് പ്ലഗിന് 1 lakh to 1,20,000 കിലോമീറ്റർ വരെ എല്ലാം ലൈഫ് സ്പാൻ ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.